ഞങ്ങളെ സർക്കാരിന്നാ. ദേഹത്ത് തൊട്ടാലേ സമാധാനം പറയേണ്ടി വരും. ഞാനേ ഈ വസ്തുവിന്റെ ഉടമസ്ഥനാ. എന്റെ അനുവാദമില്ലാതെ വസ്തു വളക്കാൻ ഞാൻ സമ്മതിക്കില്ല. സർക്കാർ സർവേയറാ വന്നിരിക്കുന്നത്. കളിച്ചാലുണ്ടല്ലോ അകത്ത് പോകേണ്ടി വരും. ചുമ്മാ വരട്ടാതെ പോടാ. ഇതേ മാധവന്റെ വസ്തുവാ. ഇവിടെ മധുര കെട്ടണോ അടയ്ക്കാ വെക്കണോന്ന് മാധവൻ തീരുമാനിക്കും. മനസ്സിലായില്ലേ? ഇവനൊരു ഭിന്നശേഷിക്കാരനാ. ഇവനെ തല്ലിയെന്നും പറഞ്ഞ് തിരിച്ചും മറിച്ചും 4-5 കേസ് കൊടുത്താലേ ഈ സർക്കാർ ജോലിയൊക്കെ അങ്ങ് തെറിക്കും. അതൊക്കെ വേണോ? വയസ്സാം കാലത്ത് ആൺമക്കളൊന്നും തിരിഞ്ഞു നോക്കാൻ കാണില്ല. മര്യാദയ്ക്ക് മടങ്ങിയ പെൻഷൻ വാങ്ങിയെങ്കിലും തിന്നാം. എന്താടോ ഇത്? വസ്തുവിന്റെ ഉടമയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണോ വസ്തു അളക്കുന്നത്? വാലും തുമ്പും ഇല്ലാത്ത കാര്യത്തിനാണോ സർക്കാർ ഉദ്യോഗസ്ഥരെ വിളിച്ച് വീട്ടിലാക്കുന്നത്? ആ ടേപ്പ് സാധനങ്ങളും എടുത്ത് വണ്ടിയിൽ വെക്ക്. ഇതുവരെ അച്ഛൻ എന്നുള്ള മര്യാദ ഞങ്ങൾ കാണിച്ചത്. ഇനി അത് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. മെക്കാനിക്കിന്റെ കമ്പിപ്പാര തന്നെ മാധവൻ ഇന്ന് പ്രതീക്ഷിച്ചാ മതി. നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി ഈ വർക്ക്ഷോപ്പ് ഞങ്ങൾ പൂട്ടിച്ചിരിക്കും. ചെവിയിൽ നുള്ളിക്കോ. അതേടാ, കാണാവടാ. വാടാ. ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ല മോനെ. ഒന്നുകിൽ ജനിപ്പിച്ച മക്കളെ കൊല്ലുക, അല്ലെങ്കിൽ ഇവനെയൊക്കെ ജനിപ്പിച്ച കുറ്റത്തിന് സ്വയം ജീവൻ ഒടുക്കുക.